നമസ്കാരം. പാലായെ സ്നേഹിക്കുന്ന ഒരു പാലാക്കാരൻ എന്ന നിലയിൽ എൻ്റെ ചില വികാരങ്ങൾ പറയാൻ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഒരവസരമായി കണ്ടുകൊണ്ട് പറയുകയാണ്. ഇന്ന് കാണുന്നതാണ് പാലായുടെ വികസനമെങ്കിൽ നമ്മുടെ മക്കൾ സഖികെട്ട് വികസനമില്ലാത്ത ഈ മുരടിച്ച പാലയിൽ നിന്ന് ഗത്യന്തരമില്ലാതെ തെക്കും വടക്കും അലയുന്നത് നാം കാണുന്നു. ദുർഗന്ധം വമിക്കുന്ന ഒരു തോടായി മാറിയ ഈ മീനച്ചിലാറ്റിൻ്റെ അവസ്ഥ കാണുന്നില്ലേ? ഇതിനെ പഴയ പ്രൗഢിയിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ ചുമതലപ്പെട്ടവർക്കാകുന്നില്ല? ഇതൊരു ചോദ്യമല്ലേ? ഇരുകര മുട്ടാത്ത ചത്ത പെരുന്തരട്ട പോലെ നിർജീവങ്ങളായ പാലങ്ങൾ എന്തുകൊണ്ട് സഞ്ചാരയോഗ്യമാവുന്നില്ല? കോടിക്കണക്കിന് പണം മുടക്കി മാണിസാറിൻ്റെ കാലത്ത് നിർമ്മിച്ച് ബൈപ്പാസ് റോഡിൽ തടസ്സമായി നിൽക്കുന്ന ആ പഴഞ്ചൻ തീപ്പെട്ടി കെട്ടിടം എന്തുകൊണ്ട് മാറ്റാൻ നമുക്ക് കഴിയുന്നില്ല? തമിഴ്നാട്ടിൽ വികസനത്തിൻ്റെ കുറുകെ നിൽക്കുന്ന വിശ്വാസികളുടെ അമ്പലങ്ങൾ പോലും പിഴുതെറിയുന്നു. ഞാൻ ദൃക്സാക്ഷിയാണെന്നേ. ഇതിനെല്ലാം നമ്മൾ കേൾക്കേണ്ടി വരുന്ന വിചിത്രമായൊരു ഉത്തരവുണ്ട്. ഭരണപക്ഷം തടസ്സം നിൽക്കുന്നു. തടസ്സങ്ങളെ പിന്തിരിപ്പൻ ന്യായങ്ങൾ പറഞ്ഞ് അതിജീവിക്കേണ്ടതല്ല, മറിച്ച് ചത്തുകിടക്കുന്ന പാലത്തിൻ്റെ കരമുട്ടാത്ത കരക്കിരുന്ന് പൊടി പിടിച്ച് അഹോരാത്രം ശബ്ദിക്കുന്ന ഒരു MLA ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. കണ്ടിരുന്നുവെങ്കിൽ കൂടെ കൂടാൻ ആ കൊടിക്ക് ചുവട്ടിൽ ഞാനും ഉണ്ടായേനെ. ഇവരൊക്കെ ഇവിടെ സമയമില്ലേ? മരിച്ചടക്കുകളുടെ കണക്കുകളൊന്നും വികസനമായി മാറില്ല കേട്ടോ. തടസ്സങ്ങളെ തട്ടി മാറ്റാൻ പണിയെടുക്കണം. നാടിന് അർഹതപ്പെട്ടത് നേടും വരെ പണിയെടുക്കണം. ഈ കണ്ടകാലം മുഴുവൻ നഷ്ടപ്പെടുത്തിയവരെ അല്ല പാലായിക്ക് വേണ്ടത്. പാലായിക്ക് ഇന്ന് അഭിമാനിക്കാൻ സത്യത്തെങ്കിൽ എന്തുണ്ട്? KM മാണിയുടെ പേരിൽ തലയെടുപ്പോടെ ഉയർന്നു വരുന്ന ഒരു ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. അയ്യോ, ആശ്വാസം. പിന്നെ ഉള്ളത് AAA സയൻസ് സിറ്റിയും. തീർച്ചയായിട്ടും അത് പാലായിക്കും അതിലുപരി കേരളത്തിനും അഭിമാനം അർഹിക്കുന്ന നിർമ്മിതികളൊക്കെ തന്നെയാണെന്നേ. ഇതൊക്കെ നമ്മൾ പാലാക്കാർക്ക് ഇന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, പാല ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആർജവും ദീർഘവീക്ഷണവും ഉള്ളവർക്ക് മാത്രമേ നാട് വികസിപ്പിക്കാൻ കഴിയൂ. രാഷ്ട്രീയം മാറ്റിവെച്ച് ഞാൻ പറയുകയാണ്. ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും LDFൻ്റെ സ്ഥാനാർത്ഥി ജോസ് കെ മാണിക്ക് ഒരവസരം തീർച്ചയായിട്ടും കൊടുത്ത് പരീക്ഷിച്ച് നോക്കിയാൽ നന്നായിരിക്കില്ലേ? പാല വളരട്ടെന്നേ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ വോട്ടും ജീവിതം തീരെഴുതി കൊടുക്കുന്ന കയ്യൊപ്പല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സെലക്റ്റീവ് ആവണം. തീർച്ചയായിട്ടും. സ്നേഹത്തോടെ, ഭദ്രൻ.